ഇപ്പം ക്ലോഷ്യസ് ക്ലേപ്രാൻ ഇക്വേഷൻ ആണ്. അപ്പോൾ ക്ലോഷ്യസ് ക്ലേപ്രാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ക്ലോഷ്യസ് ക്ലേപ്രോൺ ഇക്വേഷൻ. അപ്പൊ ഇത് എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻ വിച്ച് ഇൻവോൾവ്സ് റിലേഷൻ ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് പ്രഷറും സാച്ചുറേറ്റഡ് ടെമ്പറേച്ചറും എൻതാൽപ്പി ഓഫ് ഇവോപ്പറേഷൻ സ്പെസിഫിക് വോളിയം. അതായത് ഇതിന്റെ റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിന്റെ റിലേഷനെയാണ് നമ്മൾ സാധാരണ എന്ന് പറയുന്നത് ക്ലോഷ്യസ് ക്ലേപ്രാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് വരാം. നമുക്കറിയാം എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എന്ന് വിചാരിക്കുക. എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആണെങ്കിൽ നമ്മൾ ഡി എസിന് എങ്ങനെ എഴുതും? ഡി എസ് ഈസ് ഈക്വൽ ടു ഡി എസ് തന്നെയാണ് ഡോ ടി ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്ലസ് ഡോ എൻട്രോപ്പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൻട്രോപ്പി തന്നെയാണ് ഡോ എസ് ഡോ വി ഇൻറ്റു ഡി വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് നമുക്ക് ആൾറെഡി അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഒരു ഫേസ് ചേഞ്ച് വരുമ്പോൾ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നമ്മൾ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് പോകും, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലോട്ട് പോകുമ്പോഴും നമ്മൾ ഒരു ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഡി ടി എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് ആകുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡി എസ് ഈസികൾ എന്താണ്? ഡോ എസ് ബൈ ഡോ വി അറ്റ് ടി ഇൻറ്റു ഡി വി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഇപ്പോഴത്തെ ഇക്വേഷൻ. അതായത് നമുക്ക് ഇക്വേഷൻ കിട്ടുന്ന ഡി എസ് ഈസിക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അറ്റ് ടി ഇൻറ്റു ഡി വി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ആൾറെഡി എസ് വി ടി ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്താണ്? എസ് വി ടി എന്ന് പറഞ്ഞാൽ പി ടി വി ആണ്. അതായത് ആസ് പെർ മാക്സ്വെൽ ഇക്വേഷൻ ഡി എസ് ഈസിക്വൽ എന്ത് കിട്ടും? ഡോ പി ബൈ ഡോ ടി അറ്റ് വി എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു ഡി വി. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ആസ് പെർ ഇതെന്താണ്? മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ച് ചേഞ്ച് ആയതാണ്. അതായത് ഈ ഇവിടുത്തെ സൈഡിലുള്ള എസ് വി ടിക്ക് പകരം പി ടി വി കൊടുത്തു. ആസ് പെർ മാക്സ്വെൽസ് ഇക്വേഷൻ അനുസരിച്ച് അത് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോ പി ബൈ ഡോ ടി അറ്റ് വി ഇത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ നമുക്ക് ഡി എസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഡോ പി ബൈ ഡോ ടി അറ്റ് വി അത് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഡി വി. ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിന്റെ പ്രോസസ് എന്താണെന്ന് പറഞ്ഞാൽ സോളിഡ് ഇന്ന് ലിക്വിഡ് വെൻ ദ ഫേസ് ചേഞ്ച് ഫ്രം സാച്ചുറേറ്റഡ് ലിക്വിഡ് സാച്ചുറേറ്റഡ് വേപ്പർ ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ലിക്വിഡ് ടു വേപ്പറിലോട്ട് മാറാണ്. ലിക്വിഡ് ടു വേപ്പർ ആണെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഓഫ് ഫ്ലൂയിഡ് ടു എൻട്രോപ്പി ഓഫ് ഗ്യാസ് ടു വി എഫ് ടു വി ജി. വി എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് വോളിയം ടു ഫ്ലൂയിഡിന്റെ ഗ്യാസ്. ഓക്കെ, ഇത് ഗ്യാസ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൽ നിന്ന് ഗ്യാസിലോട്ടുണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഡി എസ്. ഇനി ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡി എസ് എന്താണ്? എസ് ആണ്. എസ് ഇട്ടിട്ട് എസ് എഫ് ടു എസ് ജി, ശരിയല്ലേ? ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് വി ഇൻറ്റു വി എഫ് ടു വി എന്ന് കിട്ടും. അതിനെ നമുക്ക് എന്താണ്? വി എഫ് ടു വി ജി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എസ് ജി മൈനസ് എസ് എഫ് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് വി ഇൻറ്റു വി ജി മൈനസ് വി എഫ്. അപ്പൊ നമുക്ക് ആൾറെഡി അറിയാം എസ് ജി മൈനസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ എസ് എഫ് ജി ആണ്. ഓക്കെ, ഇപ്പൊ ഡോ പി ബൈ ഡോ ടി അറ്റ് വി ഈസ് ഈക്വൽ ടു വി ജി മൈനസ് വി എഫ് വി എഫ് ജി എന്ന് പറയുന്നു. ഓക്കെ, വി ജി മൈനസ് വി എഫ് വി എഫ് ജി. അതായത് നമുക്ക് ഡോ പി ബൈ ഡോ ടി അറ്റ് വി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് എഫ് ജി ഡിവൈഡഡ് ബൈ വി എഫ് ജി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വൺ ഓഫ് ദ ക്ലോഷ്യസ് ക്ലേപ്രാൻ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ആൾറെഡി അറിയാം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഡി എച്ച് ആണ്. എന്ന് പറഞ്ഞാൽ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിക്ക് ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആസ് പെർ ദ ഡെഫിനിഷൻ സെക്കൻഡ് ഓഫ് ദ തെർമോഡൈനാമിക്സിൽ ഡി എസ് ഈക്വൽ ടു ഡി എച്ച് ബൈ ടി ആണ് നമ്മുടെ ഫോം. അപ്പൊ ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എസ് എഫ് ജി ഈക്വൽ എന്താണ്? എച്ച് എഫ് ജി ഡിവൈഡഡ് ബൈ ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ കിട്ടും. അപ്പൊ ഈ ഇക്വേഷനിൽ ഡോ പി ബൈ ഡോ ടി അറ്റ് വിക്ക് പകരം നമുക്ക് എസ് എഫ് ജിക്ക് പകരം